ഹാലൻഡ് ഹാലൻഡ് മിസ്റ്റർ ഹാലൻഡ്. ക്യാനറികൾ പറന്നുയർന്നു. എയറില്ല, ക്യാനറിയോ, ഏത് ക്യാനറി? അപ്പൊ നമ്മൾ ഇന്നലെ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ സാമ്പാത്താളം നിലച്ചു. എന്തായാലും നമ്മള് മത്സരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നോർവേ നല്ല ആധിപത്യത്തോടു കൂടി കളിക്കുകയും പാസ്സായാലും എല്ലാ മേഖലകളിലും നന്നായിട്ട് കളിച്ചു. ഫസ്റ്റ് ഹാഫിൽ കാണാതെ ഒരു മനുഷ്യൻ സെക്കൻഡ് ഹാഫിൽ ഒരു 10-15 മിനിറ്റ് വന്നതേ ഉള്ളൂ. ബ്രസീൽ വീട്ടിൽ പോയിട്ടുണ്ട്. ബ്രസീൽ മടങ്ങി. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർത്തും ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒരു മടക്കം. പക്ഷെ ഇതല്ല ബ്രസീൽ. ബ്രസീലൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിലേക്ക് കളി കാണുമ്പോൾ പത്രത്തിലൊക്കെ വായിക്കുന്നത്. അങ്ങനെയൊക്കെ പറയണത് സാമ്പാ നർത്തകരെ പോലെ ഗ്രൗണ്ടിൽ പന്തുമായിട്ട് നൃത്തം ചെയ്യുന്ന റുബിഞ്ഞും ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ കണ്ടുവരുന്നത്. ആ ഒരു കളി നിന്നിട്ടില്ല, ഒരു നൃത്തം ഇല്ലായിരുന്നു. താളമല്ല, വെറും താളം. നേരത്തെ പറഞ്ഞ അപതാളമാണ് കളി. എന്തായാലും ആഞ്ചലോട്ടിയുടെ പുരികം പൊങ്ങാൻ സമയം കിട്ടി. അതിന് മുമ്പ് കളി തീർത്തു. ഹാലൻഡിനെ പ്രത്യേകം അഭിനന്ദിക്കണം. അതിനൊപ്പം ഗോളി ഐലൻഡ് നല്ല മികച്ച സേവ്, പെനാൽറ്റി സേവ് തൊട്ട് പിന്നീട് അങ്ങോട്ട് വന്ന എല്ലാ അവസരങ്ങളെയും അകറ്റി നിർത്തി. ആകെ നെയ്മർ അടിച്ച ഒരു ഷോട്ട് പെനാൽറ്റി, അത് ഒരു ഭയം കൊണ്ട് നെയ്മറുടെ ഒരു ഇതുണ്ട്. നെയ്മറിന് ഫെയർവെൽ കൊടുത്ത ഒരു പെനാൽറ്റി. എന്തായാലും ഹാലൻഡിനൊപ്പം എടുത്ത് പറയേണ്ട ഒരു പേരാണ് അന്ത്രയ ഷെൽദ്രൂവ്. അന്ത്രയ ഷെൽദ്രൂവാണ് ലെഫ്റ്റ് വിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്ന ആളാണ്. 2 ക്രോസും കൊടുത്തത്, 2 പാസും ഗോൾ പാസും കൊടുത്തത്. അപ്പൊ എന്തായാലും സാമ്പാത്താളം നിലച്ചു ബ്രസീൽ. എനിക്ക് തോന്നുന്നൊരു കാര്യം, ആദ്യത്തെ ഒരു മുന്നേറ്റം ഓഫ് സൈഡായി ഗോൾ കയറിയത്, അത് കഴിഞ്ഞ് ഒരു മുന്നേറ്റം, അങ്ങനെ 2 വട്ടമാണ് ബ്രസീലിന്റെ പെനാൽറ്റി ബോക്സിൽ നോർവേ വന്നത്. മേബി ജപ്പാന് സംഭവിച്ച ഒരു അബദ്ധം തങ്ങൾക്ക് സംഭവിക്കരുതെന്ന് നോർവേക്ക് തോന്നിക്കാണും. അതായത് ഒരു ഗോള് വഴങ്ങിക്കഴിഞ്ഞാൽ ബ്രസീല് ശക്തമായിട്ട് കളിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ബ്രസീലിന് ഇങ്ങനെ താളത്തിൽ നിർത്തി അവസാനം ഒരു 80 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോ രണ്ട് പ്രകാരം അത് രണ്ടും ആലിന്റെ മികച്ച ഒന്ന്. ആലിന്റെ എല്ലാ വട്ടവും ആല് ചെയ്യുന്ന പോലെ തന്നെ ഹെഡ് ചെയ്തു. രണ്ടാമത്തത് എല്ലാവരെയും മൂക്കുത്തികളായിട്ട് അലിസൺ ബേക്കർ ഉൾപ്പെടെ മൂക്കുത്തികളായിട്ട് ഒരു 60 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഹാലൻഡിന് ക്രോസുകൾ കൊടുത്തു തുടങ്ങുന്നത്. അപ്പൊ അവർക്ക് അറിയായിരുന്നു ഹാലൻഡിന് ക്രോസ് കൊടുത്താൽ ഗോൾ നേടാം. ഒരു ഗോൾ നേടിയിട്ട് ഒരു 80 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഗോൾ അടിച്ചിട്ട് ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കളി ചെയ്യാനുള്ള തന്ത്രം അറിയായിരുന്നു. സ്ട്രാറ്റജിക്കൽ പ്ലാനിങ് ഉണ്ട്. എന്ന് വെച്ച് ജപ്പാന്റെ കൂടെ ഡിഫൻസ് കളിക്കുമല്ലായിരുന്നു. ഗോൾ അടിച്ച് കഴിഞ്ഞിട്ട് മികച്ച അവരുടെ പാസിംഗ് ഒക്കെ കണ്ടില്ലേ, 500 പേരം പാസ്, മറ്റോടത്ത് 250-260 പാസുകൾ ബ്രസീൽ. എന്തോടെ പാസ്സാണ്, അതും സിമ്പിൾ പാസുകൾ. നെയ്മറിനെ വിനിയെ ഒക്കെ പറ്റിക്കുന്ന രീതിയിൽ ഷോർട്ട് പാസുകൾ കളിച്ച് യൂറോപ്യന്മാര് ലാറ്റിൻ അമേരിക്ക കൊണ്ടുവന്ന പഴയ ഷോർട്ട് പാസ് കളിച്ച് ഒരു ചരിത്രം പിന്നെ ആവർത്തിക്കപ്പെട്ടു. ഒരു യൂറോപ്യൻ ടീമിനെ 2002 വേൾഡപ്പിന് ശേഷം ഒരു യൂറോപ്യൻ ടീമിനെ നോക്കൌട്ടിൽ പരാജയപ്പെടുത്തിയിട്ടില്ലെന്ന്, അതുപോലെ നോർവേ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. ഇതെല്ലാം അവിടെ നിന്നു. അപ്പൊ എന്തായാലും ബ്രസീൽ മടങ്ങി വേദനയോടെ, നെയ്മർ മടങ്ങി കണ്ണീരോടെ, ഇനി മടങ്ങി കരഞ്ഞുകൊണ്ട്. അപ്പൊ എന്തായാലും ബ്രസീലിന്റെ മടക്കം, ഒരു മടക്കം കൂടെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്, സാധിച്ചില്ല. ബാക്ക് ടു ഹോം ആയില്ല, ജസ്റ്റ് കടന്നുകൂടി. ബെല്ലിംഗ്ഹാമിന്റെ ഒരു ബ്രില്യൻസ് ആണ് ശരിക്കും പറയേണ്ടത്. ആ 2 ഗോളുകൾ ഒരു മിനിറ്റ് 35 to 38 മിനിറ്റിന്റെ ഇടയില് 3 മിനിറ്റില് മെക്സിക്കോ കളി മറന്നു. ആ 3 മിനിറ്റിന്റെ ആനുകൂല്യത്തില് ഇംഗ്ലണ്ട് കയറി. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ ഇംഗ്ലണ്ട് എന്തൊരു ഡിഫൻസ് ആയിരുന്നു. ഗോൾ വരുന്നു, 10 പേരായിട്ട് ചുരുങ്ങിയിട്ട് ഗോളുള്ള ഡിഫൻസ്. അത് ഡിഫൻസേ ഉള്ളൂ. ബോൾ വരുന്നു, തട്ടിക്കളയുന്നു, ക്ലിയർ ചെയ്യുന്നു. ആ സാധനം മാത്രമേ ചെയ്തുകൊണ്ടിരുന്നു. ഈ കളിയായിട്ട് ഇംഗ്ലണ്ടിന് അടുത്ത കളി പോകാൻ പറ്റില്ല. ബെല്ലിംഗ്ഹാമിനും ഹാരി കെയ്ന് യെല്ലോ കാർഡ് കിട്ടി, 2 പേർക്ക് യെല്ലോ കാർഡ് കിട്ടി. അതുപോലെ തന്നെ റൈസിന് അടുത്ത കളിയിൽ യെല്ലോ കാർഡ് കിട്ടിയ സസ്പെൻഷനാണ്. ജയിച്ചാലും സെമിയിൽ വരാനും കാണില്ല. സെമിയിൽ ശക്തരായ അർജന്റീന ആയിരിക്കുമല്ലോ പ്രതീക്ഷിക്കുക. പിന്നെ അടുത്ത മത്സരം നോർവേ ആയിട്ടാണ്. അതിനകത്ത് ഈ കളി വെച്ചുകൊണ്ട് തന്നെ നോർവേ കുറച്ചുകൂടെ സ്ട്രാറ്റജി, നല്ല പ്ലാനിങ് ഉണ്ട് നോർവേക്ക്. സത്യം മത്സരത്തിൽ എന്താണ് 3 ഗോളുകൾ, പെനാൽറ്റി മാറ്റി നിർത്താം, ആയിരിക്കും പെനാൽറ്റി അടിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഫോൾ കിട്ടിയത് കൊണ്ട് വായിക്കൊണ്ടില്ല. മറ്റേ 2 ഗോളുകൾ, ആദ്യത്തെ ഗോള് മാത്രം ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ പ്യുവറായിട്ട് ബെല്ലിംഗ്ഹാം ബാക്കിൽ ഓടി ഹെഡ് ചെയ്ത ഗോൾ, അത് നല്ല ശരിയാണ്. രണ്ടാമത്തെ പറഞ്ഞത് ആ ജസ്റ്റ് ആ സമയം കൊണ്ട് മെക്സിക്കോ തകർന്നു പോയി. ആ ഒരു ഇതിനെ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രമുള്ളത്. എന്തായാലും വളരെ ശക്തമായ മത്സരം നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് സെമി കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ ഇന്ന് വെളുപ്പിനെ 12 മണിക്ക്, നാളെ വെളുപ്പിന് 12 മണി, ഇന്ന് വെളുപ്പിന് 12 മണിക്ക് നെയ്മർ കരഞ്ഞു മടങ്ങി. നാളെ വെളുപ്പിന് 12:30 അണ്ണൻ മടങ്ങുമോ? അതോ 2008 ആ ലെജൻഡറി പ്രകടനം അണ്ണൻ ആവർത്തിക്കുമോ സ്പെയിനിനെതിരെ?
2018 സ്പെയിനെതിരെയുള്ള പ്രകടനം ആവർത്തിക്കുന്നു. 18 ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാന മത്സരം 3-3 ആദ്യ മത്സരം. പക്ഷെ ഒരു റെക്കോർഡുണ്ട്, സ്പെയിൻ ഇതുവരെ പോർച്ചുഗൽ വേൾഡ് കപ്പ് ബീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. കണ്ടറിയണം. ജമാലും പിള്ളേരും പ്രഡിക്ഷനുകൾക്ക് അപ്പുറത്തേക്ക് വരട്ടെ. ഈ എല്ലാവരും വിജയസാധ്യത കൊടുക്കുന്നത് സ്പെയിനാണ്. അപ്പൊ പ്രഡിക്ഷനുകൾക്ക് അപ്പുറത്ത് വരുമ്പോഴല്ലേ കളികൾ രസകരമാണ്. സ്പെയിൻ എത്ര പാസ് ഇടുമെന്നൊക്കെ നോക്കണ്ട. എല്ലാം കൊണ്ടും കാണുന്ന മത്സരമായിരിക്കും. ഗുണമോനും കൂടുതൽ അണ്ണൻ ബോക്സിലുണ്ടാവും. കണ്ടറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. വെളുപ്പിനെ ബെൽജിയത്തിന്റെ കളിയുണ്ട്. ബെൽജിയം ഫിഫയ്ക്ക് മുകളിൽ അമേരിക്കയോട് ഒരു സമ്മർദ്ദം വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. പല പ്രമുഖരും പറയുന്നുണ്ട്. ഫുട്ബോൾ കളിക്കേണ്ടത് ഫുട്ബോൾ പ്ലേയേഴ്സ് ആണ്, പുറത്തുനിന്ന് ആരും കളിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് സത്യാവസ്ഥ നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും മത്സരത്തിൽ അവരുടെ മെയിൻ സ്ട്രൈക്കർ കളിക്കും എന്ന് തന്നെയാണ് റെക്കോർഡ് കിട്ടിയ 11 കളിക്കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബെൽജിയത്തിന് കാര്യങ്ങൾ എളുപ്പമാവില്ല. ബെൽജിയം തട്ടി കയറി വരുന്നവരാണ്. നമ്മുടെ മെക്സിക്കോയുടെ കാര്യം പറയുമ്പോൾ മെക്സിക്കോയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ USA ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്നു. USA പൂർണ്ണമായിട്ടും ഹോം സപ്പോർട്ട് മൊത്തത്തിലുണ്ടാവും. അതിനെതിരെ ഇങ്ങനെ കളിക്കുമെന്നുള്ളത് ബെൽജിയത്തിന് അവരുടെ തലമുറയുടെ അവശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. USA നല്ല ടീമാണ്. എങ്ങനെ കളിക്കും എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും കാത്തിരിക്കാം ഇന്നത്തെ മത്സരം.